ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഓടുമുതിര ചാടുമുതിര എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 29 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ 2 പുതിയ സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന് 5 days പോസ്റ്റർ ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ബൾട്ടി എന്ന് പറഞ്ഞിടത്തിലത്തെ ജാലക്കാരി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടുണ്ട് തോന്നി, വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. സായബിൻകറിൻ്റെ പാട്ടാണ്, ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ലി കട എന്ന് പറഞ്ഞിടത്തിൻ്റെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. അത് വിനായക ചതുർത്ഥിക്കായിരിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിശാലിൻ്റെ 35ാമത്തെ പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്. മകുടം എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ടൈറ്റിൽ ടീസർ കണ്ടിട്ട്. എന്താണെന്നുള്ള ഇനിയിപ്പോൾ കണ്ടന്നെ അറിയണം. പിന്നെ തണ്ടക്കാരൻ എന്ന് പറഞ്ഞിടത്തിൻ്റെ ടീസർ വരാൻ പോവാണ്. അത് ഇന്ന് 6 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓളം എന്ന് പറഞ്ഞിടത്തിൻ്റെ ടീസർ ഇന്ന് 5 മണിക്ക് വിഷ്ണു വിശാൽ പുറത്തിറക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കപ്പിൾ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ 4 എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 5:10 വരും എന്നുള്ള അറിയിച്ചു. പിന്നെ മഹാവതാര നരസിംഹ എന്ന് പറഞ്ഞ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ ട്രെയിലർ. പിന്നെ ഏജസ് എൻ്റർടൈൻമെൻറ്റ് 28ാമത്തെ പടത്തിൽ രവി ബസ്റ്ററും മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ ആൾ ഓൺബോർഡ് അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇനിയൊക്കെ ഓൺബോർഡ് പോസ്റ്റേഴ്സാണ്. അർജുൻ ആക്ഷൻ കിങ് അർജുൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ അഭിരാമി ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ പ്രീതി മുകുന്ദ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ജോൺ കൊക്കൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ വിവേക് പ്രസന്ന ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ അർജുൻ ചിദംബരം ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ പവൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ദിലീപൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ബാലഹാസൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ വിനോദ് സാഗർ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ടറായിട്ട് വീരമണി ഗണേശൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫറായിട്ട് അരുൺ രാധാകൃഷ്ണൻ ഓൺബോർഡ് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ഫിനിക്സ് പ്രഭു ഓൺബോർഡ് ആയിട്ടുണ്ട്. ഇത്രയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി വരാണ്ടായിരിക്കും തോന്നുന്നത്. പിന്നെ ആട് 3 എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റർ വന്നായിരുന്നു. മറന്നതല്ല മേരി, ഓർക്കുമ്പോൾ ഒരു വേദനയാന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ശൃംഖല ബർത്ത്ഡേ വെച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആളുടെ അതിലത്തെ പേര് മേരി എന്നായിരുന്നു ആടിലത്തെ. അപ്പോൾ എന്തായാലും 3 ആൾ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ദേ കോളിഹി മോജി എന്ന് പറഞ്ഞതിൻ്റെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. സുവി എന്നാണ് പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് 27 പാട്ട് വരിക, രാവിലെ 10:08. പിന്നെ കൂലി എന്ന് പറഞ്ഞ 480 കോടിയുടെ അടുത്തേക്ക് വേൾഡ് വൈഡ് ആയിട്ട് എത്തി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും 500 കോടിയുടെ ലെവലിലൊക്കെ ആയിരിക്കും വേൾഡ് വൈഡ് ഗ്രോസ് ലാസ്റ്റായിട്ട് അവസാനിക്കുക എന്നുള്ള കേൾക്കുന്നുണ്ട്. നോക്കി നോക്കാം. പിന്നെ മദ്രാസിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ AR മുരുകദോസ് ശിവകാർത്തികനെ വെച്ചെടുക്കുന്ന പടമാണ്. ഇനിയിപ്പോൾ ഈ വർഷം ഇറങ്ങാനുള്ള തമിഴ് പടങ്ങളിൽ കുറച്ചെങ്കിലും ഹൈപ്പ് ഉള്ള പടം എന്ന് പറയുന്നത് അതാണ്. ബാക്കിയുള്ളതൊക്കെ മുഞ്ചി പോയിക്കുന്നു. എന്തായാലും ഇതിൽ ബിജുമേനോ ഉണ്ട് മെയിൻ കഥാപാത്രമായിട്ട്. അതേമാതിരി റുക്മിണി വസന്താണ് നായിക എത്തുന്നത്. പിന്നെ അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ട്രെയിലർ ഇന്നലെ 7 മണിക്ക് വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പോസ്റ്ററൊക്കെ മുന്നേ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, 2 പോസ്റ്റേഴ്സൊക്കെ. എന്തായാലും കറക്റ്റ് ടൈമിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ട്രെയിലർ ഗംഭീര സാധനം എന്ന് പറഞ്ഞാൽ ഗംഭീര സാധനമായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ വിദ്യുജമാൻ്റെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, തുപ്പാക്കി അവൻ കിട്ടായിരുന്നാലും ഞാൻ തണ്ടവില്ല എന്നുള്ള രീതിയിൽ അതൊരു കിട്ടുന്ന സാധനമായിട്ടൊക്കെ തോന്നിയത്. പിന്നെ ഇതിലത്തെ BGM അതിൻ്റെ ഇത് വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് മാറിയിട്ടുണ്ടാവും. സെപ്റ്റംബർ 5 പടം റിലീസാകുന്നത് ഗംഭീരമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ എന്തായാലും മീറ്റിംഗ് ആണ്. പിന്നെ എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ജനനായകൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ ഒക്കെ വേറെ ലെവലായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ തലപതി വിജയുടെ കൂടെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്പെഷ്യൽ സംഭവം കിട്ടാറുണ്ട്. അതിന് മിസ് ചെയ്യുന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ട്. വിജയുടെ ലാസ്റ്റ് പടം എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ. പിന്നെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യണം. ഞാൻ വെയിറ്റ് ചെയ്യുന്ന സംഭവമാണ്. ബാക്കിയുള്ളവർ എത്ര ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള അറിയില്ല. ലിയോൻ്റെ OST എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടുള്ള സംഭവം, അതെന്തോ പുറത്തിറക്കാത്തതെന്നുള്ള അറിയത്തില്ല. അപ്പോൾ അതിനുള്ള ഇത്ര കൂടി തന്നിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് എല്ലാം കൂടി ഇറക്കാമെന്ന് വിചാരിച്ചപ്പോൾ ലോകേഷ് കനകരാജ് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഡെറ്റ അതേമാതിരി ഓർഡിനറി പേഴ്സൺ ഇതൊക്കെ ആയിട്ട് ഓരോന്ന് ചേർക്കാൻ പറഞ്ഞു. അപ്പോൾ ആളങ്ങനെ ഇറക്കി. പിന്നെ ബാക്കിയുള്ളതിനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അടുപ്പിച്ച് കുറേ പടങ്ങൾ വന്ന് മദ്രാസ് വരെയാണ്. എന്തായാലും എല്ലാം കൂടിയിട്ടുള്ളൊരു OST പടത്തന്നെ ഉണ്ടാവും എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട് ലിയോൻ്റെ. അപ്പോൾ എന്തായാലും കിട്ടും, വെയിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ എന്ന് പറഞ്ഞ 4 days പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിൻ്റെ ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണി മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന 9:00 ഒഫീഷ്യൽ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിരുന്നു. നല്ല പോസ്റ്ററായിട്ടാണ് തോന്നി. പിന്നെ പടത്തിന് ട്രെയിലർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതും വേറെ ലെവലിൽ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നത് ഓണം ഈ പടം തൂക്കും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. പക്ഷേ അപ്പുറത്തുള്ള 2 പടം എന്ന് പറയണോ അത്യാവശ്യം നല്ല സംഭവമായിട്ട് വരാൻ സാധ്യതയുള്ള പടങ്ങളാണ്. എന്തായാലും നോക്കി നോക്കാം. എന്തായാലും പടത്തിന് ബഡ്ജറ്റ് അയാൾക്ക് 30 കോടിയാണ്. ട്രെയിലറെ കാണാനുണ്ട്. ട്രെയിലർക്ക് മ്യൂസിക് ഗംഭീരമാണ്, ഷോർട്സ് ഗംഭീരമാണ്, വിഷ്വൽസ് വേറെ ലെവലാണ്. പിന്നെ ലാസ്റ്റ് ഒരു സംഭവം കാണിക്കുന്നുണ്ട്, അത് ടോവിനോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും നോക്കി നോക്കാം. വഫേർ ഫിലിംസിൻ്റെ യൂണിവേഴ്സായിട്ട് തുടങ്ങാൻ പോകുന്ന പടമാണ്. അപ്പോൾ എന്തായാലും ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ മാരിസൺ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. ഫഹദ് ഫാസിലും വടിവേലൊക്കെ നായകനായി എത്തിയിട്ടുള്ള പടം. എന്തായാലും ഈ പടം OTT റിലീസായിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. ഗംഭീര പടമായിട്ടാണ് തോന്നിയത്. ഞാൻ പടത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10 8 ആയിട്ട് കൊടുക്കും. നിങ്ങൾ ഈ പടം കണ്ടാരാണെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ കണ്ടതുള്ളത്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.